ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 30 വിശുദ്ധ ഫെർഡിനൻഡ് തൃതീയൻ രാജാവിൻ്റെ തിരുനാൾ. ഫ്രാൻസിലെ ലൂയി രാജാവിൻ്റെ അമ്മ ബാഞ്ചെ രാജ്ഞിയുടെ സഹോദരി ബെറങ്കാരയുടെ മകനാണ് ഫെർഡിനൻഡ് തൃതീയൻ. പിതാവ് ലയോണിലെ രാജാവായിരുന്ന അൽഫോൺസാണ്. 1217 ജൂൺ 6 ഫെർഡിനൻഡ് പാലസിയ, ബുർഗോസ്, വില്ലഡോലിസ് എന്നീ പ്രദേശങ്ങളുടെ രാജാവായി. അമ്മയുടെ ഉപദേശം രാജ്യഭരണത്തിൽ അത്യന്തം സഹായകമായിരുന്നു. സമുന്നത രാജപദവിയിലും സമസ്ത കാര്യങ്ങളിലും അദ്ദേഹം അമ്മയെ അനുസരിച്ചിരുന്നു. 1219 ഫെർഡിനൻഡ് ജർമ്മൻ ചക്രവർത്തിയുടെ മകൾ സുഹൃദിനിയായ ബെയാട്രിസിനെ വിവാഹം കഴിക്കുകയും സൗഭാഗ്യകരമായ ആ ജീവിതത്തിനിടയിൽ 10 മക്കൾ ഉണ്ടാവുകയും ചെയ്തു. ക്രൈസ്തവ രാജാക്കന്മാരോടുള്ള തർക്കങ്ങൾ സമരം കൂടാതെ അവസാനിപ്പിച്ചിരുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവേ, എൻ്റെ മഹത്വമല്ല അങ്ങയുടെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ക്ഷണിക രാജ്യങ്ങളല്ല, അങ്ങയുടെ പരിശുദ്ധ മതത്തിൻ്റെയും അതിലുള്ള വിശ്വാസത്തിൻ്റെയും വളർച്ച മാത്രം ഞാൻ തേടുന്നു. യുദ്ധത്തിൻ്റെ തലേ രാത്രി പ്രാർത്ഥിച്ചിരുന്നു. ചിലപ്പോൾ മാതാവിൻ്റെ രൂപം കുതിര സവാരി ചെയ്യുന്ന സമയത്ത് കുതിരയുടെ പുറത്ത് വച്ചിരുന്നു. സൈന്യം ദൈവമാതാവിൻ്റെ ഒരു രൂപം വഹിച്ചിരുന്നു. ഫെർഡിനൻഡ് രോഗം ബാധിച്ച് കിടക്കുമ്പോഴും കണ്ണുനീരോടെ ഉറക്കെ കുമ്പസാരിച്ചു. വിശ്വാസ പ്രമാണം ചെയ്തു. മക്കളെ അടുത്ത് വിളിച്ച് ഉപദേശിച്ചു. ഒരു തിരി കത്തിച്ചു പിടിച്ച് ആത്മാവിനെ ദൈവ തിരുമുൻപിൽ സമർപ്പിക്കാൻ ദൈവമാതാവിൻ്റെ ലുത്തിനിയെയും ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു എന്നുള്ള സ്തോത്രഗീതവും ആലപിക്കാൻ ആവശ്യപ്പെട്ടു. തത്സമയം 1252 മെയ് 30 ഫെർഡിനൻഡ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിശുദ്ധ ഫെർഡിനൻഡ്, ഞങ്ങൾക്കു വേണ്ടി ഈ ദിനം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ
അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.